വാഹന വിപണിയിൽ വൈദ്യുതി വാഹനങ്ങൾ പുതിയ തരംഗം സൃഷ്ടിക്കുന്നു. പരമ്പരാഗത വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി, ഹുണ്ടായി, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയുടെ ആധിപത്യം നിലനിൽക്കുമ്പോഴും പുതിയ ഇലക്ട്രിക് കമ്പനികളും സ്റ്റാർട്ടപ്പുകളും വിപണിയിൽ പതിയെ പിടിമുറുക്കുകയാണ്. വിയറ്റ്നാം ആസ്ഥാനമായുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ വിൻഫാസ്റ്റ് ആണ് അതിവേഗത്തിൽ ഇന്ത്യയിൽ സാന്നിധ്യം ശക്തമാക്കുന്നത്. ഇതോടൊപ്പം ഇ റിക്ഷ, ഇലക്ട്രോണിക് ത്രീ വീലർ, അതുപോലെ തന്നെ ചെറുകിട കൊമേഴ്സ്യൽ വാഹന മേഖലകളിൽ നിരവധി സ്റ്റാർട്ടപ്പുകളും വിപണി വിഹിതം ഗണ്യമായി ഉയർത്തിക്കഴിഞ്ഞു. ഇന്ധനവില വർധന കാരണം പൊതുവെ ഇലക്ട്രിക് കാറുകൾക്കാണ് ഇപ്പോൾ പ്രിയം. മലിനീകരണം കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സർക്കാരിന്റെ പ്രോത്സാഹന പദ്ധതികളും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിച്ചു. ഇതോടെ പുതിയ കമ്പനികൾക്ക് വലിയ അവസരമാണ് വിപണിയിൽ ലഭിച്ചത്. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, ഇലക്ട്രിക് ത്രീ വീലറുകൾ, ഇ റിക്ഷകൾ, ലാസ്റ്റ് മൈൽ ഡെലിവറി വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രിയമേറി. പരമ്പരാഗത കമ്പനികൾക്ക് ഇതൊരു വെല്ലുവിളിയാണ്. വില, സാങ്കേതിക വിദ്യ, ബാറ്ററിയുടെ കാര്യക്ഷമത, ഡിജിറ്റൽ വിൽപ്പന മോഡൽ എന്നിവയിൽ പുതിയ കമ്പനികൾ പുതുമകൾ അവതരിപ്പിക്കുന്നതിനാൽ പഴയ വാഹന നിർമ്മാതാക്കളും മത്സരശേഷി ഉയർത്താൻ നിർബന്ധിതരാകുന്നു. നേരത്തെ വലിയ കമ്പനികൾ നിയന്ത്രിച്ചിരുന്ന ഇന്ത്യൻ വാഹന വിപണി ഇപ്പോൾ നിരവധി ആഭ്യന്തര വിദേശ കമ്പനികളുടെ മത്സരവേദിയാണ്. ഇലക്ട്രിക് വാഹന വിപണി വളരുന്നതിനനുസരിച്ച് ഈ മത്സരം കൂടുതൽ ശക്തമാകുമെന്ന് വ്യവസായ വിദഗ്ധർ തന്നെ പറയുന്നു.